ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നേക്ക് നമ്മൾ 2 ആഴ്ചയായി വ്ളോഗൊക്കെ ചെയ്തത് കേട്ടോ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ലൈഫിൽ നടക്കാത്തതുകൊണ്ടാണ് വ്ളോഗൊക്കെ ലേറ്റ് ആയത്. പക്ഷേ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടൊക്കെ ആക്റ്റീവ് ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നമ്മുടെ അർജന്റീന, ബ്രസീൽ വീഡിയോസ്, അതുപോലെ തന്നെ എൻ്റെ വർക്കൗട്ട് വീഡിയോസ്, അങ്ങനെ ഷോർട്സിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. വ്ളോഗായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ലെങ്തി വീഡിയോ ചെയ്ത് വരാതിരുന്നത്. എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ എന്താണ് വ്ളോഗ് കാണാത്ത, വ്ളോഗ് വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ ബിസി എന്ന് വെച്ചാൽ വലിയ ബിസി ഒന്നുമില്ല, എന്നാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയാ, പെട്ടെന്നൊരു ലോൺലെസ്. കാരണം നമ്മുടെ നാട്ടില് ഷുട്ടുണ്ടല്ലോ, ഷുട്ടുവിനെ മിസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അപ്പൊ ഷുട്ടുവിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മയെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഷുട്ടുവിനെ പോലെ ഒരാൾ ഇവിടെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ കുറെ ദിവസമായി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു ഡോഗിന്റെ വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷിറ്റ്സു. പക്ഷെ അത് എന്താ പറയാ, കുറച്ച് മന്ത്സ് വലുതായിരുന്നു. അത് തീരെ ചെറിയ ഡോഗായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ പിന്നെ എല്ലാവരും പറഞ്ഞു ഡോഗിന്റെ മെയിൻ്റനൻസ് ഭയങ്കര ടഫാണ്, ക്യാറ്റിനെ തന്നെയാണ് ഈസി മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ നമ്മുടെ ക്യാറ്റിനെ തന്നെ നോക്കാന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഡുബുസലിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ ഇപ്പോൾ പെട്ടെന്ന് വന്നതാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, കാതിൽ കമ്മലോ കഴുത്തിലോ മാലയോ ഒന്നും, ഞാനിങ്ങനെ സാധാരണ ഡ്രസ്സിൽ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം എന്താ പറയാ, അപ്പൊ ഇങ്ങനെ ഡുബിസെൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ നല്ല ക്യാറ്റ്, നല്ല ബ്രീഡൊക്കെ എവിടെയാ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ജുമേറ ഭാഗത്ത് ഒരു ആള് വീടിനുള്ളിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീടിനുള്ളിൽ വളർത്തുന്ന പൂച്ചക്കുട്ടികളാകുമ്പോൾ നല്ല ട്രെയിൻഡ് ആയിരിക്കും. നമ്മുടെ എന്താ പറയാ അതിനെ, ലിറ്റിൽ ബോക്സും കാര്യങ്ങളൊക്കെ അവര് വെൽ ട്രെയിൻഡ് ആയിരിക്കും. പിന്നെ നല്ല ബ്രീഡാണ്. അപ്പോൾ അവരെനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ, ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ അവർ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ മാക്സിമം സൗണ്ടിൽ സംസാരിക്കുന്നുണ്ട്, സൗണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്. നമ്മൾ ലൈവൊക്കെ വീണ്ടും ആക്റ്റീവ് ആയപ്പോൾ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ലിറ്റിൽ ബോക്സ് ട്രെയിൻഡ് ഒക്കെ ആണെന്ന് അവരിങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ വെൽ ട്രെയിൻഡ് ആണ്, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മീനി ഉണ്ടായിരുന്നല്ലോ, എനിക്ക് 2-3 വർഷം മുമ്പ് ഒരു മീനി കുഞ്ഞുണ്ടായിരുന്നു. അത് ക്യാറ്റായിരുന്നു. അതും ഇതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതായിരുന്നു അന്ന്. അപ്പൊ സെയിം മീമിന്റെ കളറ്, മീമിയുടെ അതേ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ബ്രീഡ്, സെയിം കളറ്, 3 മാസം പ്രായമുള്ളൂ. അതിന്റെ ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട്. അപ്പോൾ അവരുടെ ഫ്ലാറ്റ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്ന ആ ഫ്ലാറ്റിന്റെ താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ 4th ഫ്ലോറിലാണ്. സോ അവിടെ മീമിയുടെ ആ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ മാത്രമല്ല കേട്ടോ, സ്കോട്ടിഷ് ഫോൾഡും അങ്ങനെ പേർഷ്യനും അങ്ങനെ ഒത്തിരി കാറ്റഗറികൾ അവർ വീട്ടിൽ തന്നെ സെയിൽ ചെയ്യുന്നതാണ്. സോ നമുക്ക് അവിടെ പോയി നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് എടുത്തിട്ട് പോരാം. 2 ദിവസം വർക്കൗട്ട് കഴിഞ്ഞപ്പോഴേ ബാക്കിൽ എൻ്റെ ഡിസ്കിൻ്റെ അവിടെ കുറച്ച് പെയിൻ ആയിട്ടുള്ളത് കൊണ്ട് സ്പീഡിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, പതുക്കെ നടക്കുന്നത്. അപ്പോൾ ഡിസ്കിന് കുറച്ച് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ 2-3 ദിവസം ലൈവിൽ നിന്ന് ഒന്ന് മാറിക്കാന്ന് വിചാരിച്ചു. കാരണം പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ബാക്ക് പെയിൻ കുറച്ചുകൂടെ കൂടും. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ലൈവൊന്നും പോവാതെ ഒരു 3-4 ദിവസം ലൈവിൽ നിന്ന് മാറിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്ലാൻ വന്നത്. നമുക്ക് അങ്ങോട്ട് കയറാക്കാം. ഗൈസ്, ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റിലെത്തിയപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നിട്ട്, കുറേ നാൾ മുമ്പ് ഞാനൊരു ക്യാറ്റിനെ നോക്കാൻ സെയിം ബിൽഡിങ്ങിൽ സെയിം 407 നമ്മൾ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ കുറേ ബാർഗനിങ് ചെയ്ത് നോക്കി. അവർ ഒരു ദിറംസ് പോലും അവർ കുറച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയതാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. ആൾക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, അത് പോയി നോക്കാം. ഗൈസ്, ചെറുതായിട്ട് ബിൽഡിംഗ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. സംഹാ ടവറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് അൽഡന ടവറിലാണ് പോകേണ്ടത്. സോ കുറച്ച് നിയറസ്റ്റ് ബിൽഡിംഗ് ആയിരിക്കും, നമുക്ക് അങ്ങോട്ട് പോകട്ടോ. ഒരു ദിവസം ജിമ്മിന്റെ വീഡിയോ ഇട്ട സമയത്ത് പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളായിട്ട് ഞാൻ ആകെ ഡൗൺ ആയി. പിന്നെ ഇപ്പോൾ ഇന്നലെ ജിമ്മിന്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഇവിടെ ബാക്കിൽ ഡിസ്ക് ഭയങ്കര പെയിൻ ആണ്. അതുകൊണ്ട് വർക്കൗട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് നിർത്തി. വർക്കൗട്ട് വീഡിയോ കാണാത്തത് കൊണ്ട് നിങ്ങൾ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് നിർത്തിയെന്നൊന്നും വിചാരിക്കരുത്. വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി. നമുക്ക് 21,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ ഫാമിലി. സോ എൻ്റെ യൂട്യൂബ് ഫാമിലി ബിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട്, മാഷാഅല്ലാഹ് എന്ന് പറയാൻ സന്തോഷമുണ്ട്. കാരണം തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 20,000 സബ്സ്ക്രൈബേഴ്സ് ആവാന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സിന് അത് മനസ്സിലാവും. കാരണം നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കിടന്ന് കളിക്കുന്ന പോലെയല്ല ഫോളോവേഴ്സിന് ഉണ്ടാക്കിയെടുക്കുന്നത്, കുറച്ച് ടഫാണ്. അപ്പോൾ നമ്മുടെ 21K സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു സന്തോഷം കൂടെ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു തന്നതെന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ
പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ എന്ത് വീഡിയോ ഇട്ടാലും അറ്റ്ലീസ്റ്റ് കാണാൻ കുറച്ച് ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിലൊക്കെ വന്ന് പെട്ടെന്നൊരു വ്ലോഗ് തട്ടിക്കൂട്ടി. അപ്പോൾ ഇനി എന്നെ കുട്ടിയാണ് മേക്കപ്പ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഇനി ട്രോളേണ്ട കാര്യമൊന്നുമില്ല. ആടയാഭരണങ്ങളൊന്നും ഇല്ലാതെ ഫിൽറ്റർ ഇല്ലാതെ മേക്കപ്പ് ഇല്ലാതെ എൻ്റെ ഒറിജിനൽ ട്രോളാണ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാട്ടോ കഴിഞ്ഞ പ്രാവശ്യം അന്ന് ഞാൻ പറയണം അന്ന് ചേട്ടനെ വന്ന സെയിം ബിൽഡിംഗ് ഇപ്പോഴാണ് കിട്ടിയത്. അത് സെയിം ബിൽഡിംഗ് സെയിം ക്രൗഡ് ഉറപ്പായിട്ടും സെയിം ആണെന്ന് എനിക്ക് സെയിൽ ചെയ്യുന്നില്ല. അങ്ങനെ അന്ന് അങ്ങനെയാവും. These are my cats. Okay. Yeah. This is Persian, right? Yes. And this ash color, British short hair. British, long hair. Long hair, yeah. Yeah. Male, yeah, there is available. Hello, excuse me. How many months? This is 8 years. 8 years. Yeah, she's not a baby. 8 years. Yes, these are the babies. Okay. 16 years they live up to 16 years. എനിക്ക് ആദ്യത്തെ അറിവാണ് 16 വർഷത്തെ പൂച്ചയ്ക്ക് ആയുസുണ്ട്. ഇത് പക്ക ഷുട്ടുവിനെ പോലത്തെ തന്നെ. നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടത് അതോ എൻ്റെ മീമീൻ്റെ പോലത്തെ കുഞ്ഞിനെയാണോ ഇഷ്ടപ്പെട്ടതാണ്? ഇത് വേണം ഞാൻ എടുക്കാൻ പ്ലാൻ. ടേക്ക് 2 cats, ഓക്കെ? ഒരെണ്ണത്തിന് മാത്രമായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഞാനിപ്പോൾ എടുക്കുമ്പോൾ 2 കിറ്റണും കൂടിയാണ് എടുക്കുന്നത്. കാരണം ഇവരെ ഒരു ചൈൽഡ്ഹുഡ് ഭയങ്കര കിറ്റ്, അതായത് കുഞ്ഞു പ്രായമല്ലേ, അപ്പോൾ ഒരാളെ മാത്രം സെപ്പറേറ്റ് ആക്കുന്നില്ല. ഞാൻ 2 പേരും കൂടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇതിൽ ഏതെങ്കിലും ഒരു ക്യാറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണോട്ടോ. കാരണം കുറച്ച് വളർത്തി വലുതാക്കി കഴിയുമ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ 2 പേരും കൂടി എടുക്കുവാണ്. ഒരാളെ എടുക്കാനായിട്ട് ഭയങ്കര സങ്കടം. ഓക്കെ, സിസ്റ്റർ ബ്രദറാണ് കേട്ടോ 2 പേരും. താങ്ക് യു, താങ്ക്സ്. ഇത് അവർ ഒരെണ്ണത്തിന് റേറ്റ് ഇട്ടിരുന്നത് 1700 ദിറംസ് ആട്ടോ. അപ്പോൾ 2 കൂടെ കൂടുമ്പോൾ 3400 ദിറംസ് ആകും. പക്ഷെ നമ്മൾ കാരണം ഇത് സെക്കൻഡ് ടൈമാണ് പുള്ളിയുടെ വീട്ടിൽ നമ്മളിത് വാങ്ങാൻ വേണ്ടി വരുന്നത്. അങ്ങനെ പറഞ്ഞ് കാരണം ഒരെണ്ണത്തിന് മാത്രം എനിക്ക് വേർപെടുത്താൻ തോന്നിയില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം ബാർഗെയിൻ ചെയ്തിട്ട് പുള്ളി നമുക്ക് 2850 ദിറംസിനാണ് ഇവർ 2 പേരും കൂടെ നമ്മൾ തന്നേക്കുന്നത്. എവിടെയാ നമ്മൾ പോകുന്നേ? എവിടെയാ പോണേ? 2 പേരും കൂടെ? ഇനി നിങ്ങള് ജുമേര വിട്ട് മൊബൈലിലേക്ക് വരണം. മൊബൈലാ നീ മിണ്ടൂല്ലേ? ഒരാൾ മാത്രമേ കരയുന്നുള്ളൂ. നമുക്ക് റീൽസ് ഇടാനുള്ള ഷോർട്സ് എടുക്കാം. നേരെ മറ്റേത്. ഹലോ ഗൈസ്, ഇപ്പം ഇതാണ് എൻ്റെ അവസ്ഥ. ഒരെണ്ണം കയ്യിലും ഒരെണ്ണം തലയിലും കയറിയിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഇവർക്ക് നൂണിന്ന് എന്നിട്ട് ഫുഡും ഒരു മാറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ ഒരു ലിറ്റർ ബോക്സ് ഓർഡർ ചെയ്തിട്ട് അതുകൂടെ വരാനുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കുട്ടികളെയും കൊണ്ട് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുവാണേ.
വെൽക്കം ഹോം കിറ്റൻസ്, വെൽക്കം ടു മൈ സ്വീറ്റ് ഹോം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കായിരിക്കും. ഇവരെ രണ്ടുപേരെയും സോഫയിലേക്ക് ഒന്ന് ഇരുത്തട്ടെ കേട്ടോ. അയ്യോ, അങ്ങനെ അവർ സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികളുടെ വിശേഷം. ഇനി ഇവരുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. പുതിയ വ്ളോഗുമായിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. കുഞ്ഞാ, നിങ്ങൾക്ക് ഞാൻ പേരിട്ടിട്ടില്ല. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പേരൊക്കെ ആലോചിച്ചിട്ടാട്ടോ കേട്ടോ. എൻ്റെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുക രണ്ടുപേരും കൂടെ രാവിലെ തന്നെ.